ആദ്യമായി തന്നെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുകയാണ്. കേരളത്തിൻ്റെ തെക്കേറ്റത്ത് ഒതുങ്ങിക്കഴിയുന്ന എന്ന് പറയാൻ സാധ്യമല്ല എങ്കിലും നമ്മുടെ നെയ്യാറ്റിൻകര രൂപത ദൃശ്യമാധ്യമ രംഗത്തേക്ക് ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. ഏറെ ആഹ്ലാദവും സന്തോഷവും നൽകുന്ന ഒന്നാണത്. എല്ലാവർക്കുമൊക്കെ സാധിക്കുമെങ്കിൽ തീർച്ചയായും നമുക്കും സാധിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ സംരംഭത്തിലൂടെ, ഡിവൈൻ വോയിസ് എന്ന ആ ദൃശ്യമാധ്യമ സംരംഭത്തിലൂടെ നാം കാണിച്ചു കൊടുക്കുന്നതും നമുക്ക് അനുഭവപ്പെടുന്നതും. നവസുവിശേഷവൽക്കരണവും വിശ്വാസ പ്രഘോഷണ വർഷവും വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു. നവസുവിശേഷവൽക്കരണത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ രീതികൾ ഉപയോഗിക്കാനാണ് നമ്മുടെ മാർപ്പാപ്പ ബെനഡിക്ട് 16 പോർത്താ ഫിദെ എന്ന് പറയുന്ന ആ പുസ്തകത്തിലൂടെ, അപ്പോസ്തല ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഡിവൈൻ വോയിസ്. സ്നേഹമുള്ള സംഗീത പ്രേമികളെ, നെയ്യാറ്റിൻകര രൂപത ഉൾക്കൊള്ളുന്ന നെയ്യാറ്റിൻകര, നെടുമങ്ങാട് താലൂക്കുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഴങ്ങിക്കേട്ട ദൈവിക സ്വരം ഇന്ന് ഇവിടെ മാധ്യമ രംഗത്തിലൂടെ അനാവരണം ചെയ്യുകയാണ്. നെയ്യാറ്റിൻകര രൂപത ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് 300-ൽ അധികം ദേവാലയങ്ങളും കപ്പേളുകളുമുണ്ട്. എല്ലാ ദിവസവും ഞായറാഴ്ചകളിലും വിശ്വാസ സമൂഹം ഒരുമിച്ച് കൂടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് ദൈവം കൃപയായി നൽകിയിരിക്കുന്ന സ്വരം ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുകയും മനുഷ്യർക്ക് വേണ്ടുന്ന ആവശ്യത്തിൽ അധികമായ ശുശ്രൂഷയും ചെയ്തു പോകുന്ന ഒരു പ്രദേശമാണ് നെയ്യാറ്റിൻകര രൂപതയിലെ എല്ലാ സ്ഥലങ്ങളും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ അണഞ്ഞുകൊണ്ട് എല്ലാവരെയും മനുഷ്യരായി കാണുവാനും എല്ലാവരെയും ദൈവമക്കളായിട്ട് ഉയർത്തുവാനും നെയ്യാറ്റിൻകര രൂപതയും അതിൽ പ്രവർത്തിക്കുന്ന വിശ്വാസ സമൂഹവും വളരെയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിസമാപ്തി എന്നോളമാണ് കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി മാധ്യമ രംഗത്തിലൂടെ ദൈവിക സ്വരം ഓരോ ഭവനത്തിൽ ആയിരിക്കുന്നവർക്കും ദൈവത്തെ തേടുന്നവർക്കും അത് കാണുവാനും കേൾക്കുവാനും അതിലൂടെ അവരെ മനസ്സിനെ ത്രസിപ്പിക്കുവാനും അങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മക്കളായിട്ട് ഈ സമൂഹത്തിൽ, ഈ പ്രദേശത്ത് വളരുവാനും ഉതകുന്ന തലത്തിലാണ് ഈ പരിപാടി നാം ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തികച്ചും ലക്ഷ്യബോധത്തോടുകൂടെ മാനവ സമൂഹത്തെ ഒന്നായിട്ട് കൊണ്ടുകൊണ്ട് മനുഷ്യനാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ സമാധാനം പടുത്തുയർത്താൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനത്തിൻ്റെ വികസനം നമ്മുടെ ജീവിതത്തിൽ താളമായി ലയമായി രൂപപ്പെട്ടാൽ മാത്രമേ അത് സമൂഹത്തിന് ഉയർച്ച വരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായിക്കൊണ്ട് ഡിവൈൻ വോയിസ്, ദൈവിക സ്വരം ഇവിടെ അരങ്ങേറുകയാണ്. തീർച്ചയായും ഇത് നെയ്യാറ്റിൻകരയുടെ പ്രാന്തപ്രദേശങ്ങളിലും കേരളത്തിലെ മൊത്തം ജനതയ്ക്കും ലോകത്തിൽ ആഗമനവും ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നതാണ്. സ്വർഗം എന്നത് എത്താൻ പറ്റാത്ത ഒരു കാര്യമല്ല. സ്വർഗീയ സംഗീതം ഈ ഭൂമിയിൽ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് ഓരോ ദൈവിക സമൂഹം എന്ന് മനസ്സിലാക്കി ആ സ്വരവും ദൈവിക സ്വരവും തമ്മിൽ ലയിപ്പിച്ചുകൊണ്ട് മാനവ സമഗ്രതയാണ് ഈ ഡിവൈൻ വോയിസിലൂടെ നാം ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വളരെയേറെ വ്യക്തികളുമുണ്ട്. ഉത്തമമായ ലക്ഷ്യത്തോടും വ്യക്തമായ ധാരണയോടും സമൂഹത്തിലെ എല്ലാ മനുഷ്യരെയും വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ നാം ആസൂത്രണം ചെയ്തിരിക്കുന്ന ഈ ഡിവൈൻ വോയിസ് എല്ലാ മനുഷ്യ ഹൃദയങ്ങളെയും ത്രസിപ്പിക്കട്ടെ, ചലിപ്പിക്കട്ടെ. അങ്ങനെ നാം ഒന്നാണ് എന്നുള്ള ആ മഹത് വചനത്തിലേക്ക്, ആ മഹത് ചിന്തയിലേക്ക്, ഏകദൈവമായ ഏകപിതാവിൻ്റെ മക്കളാണ്,
നാം എല്ലാവരും എന്നുള്ള ഉത്തമ ബോധത്തോടുകൂടെ നമ്മുടെ സംഗീതം നമ്മുടെ ഹൃദയത്തെയും ഈ സമൂഹത്തെയും ചലിപ്പിക്കട്ടെ, അതിലേക്ക് വേണ്ടി ദൈവം നമ്മൾ ഉണർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഡിവൈൻ വോയിസ് പ്രോഗ്രാമിന് എല്ലാവിധമുള്ള ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു. ഡിവൈൻ വോയിസ്, ദേവാലയ സംഗീതത്തിന്റെ അർത്ഥവും വ്യാപ്തിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഡിവൈൻ വോയിസിൽ 32 ടീമുകളാണ് 2 സെന്ററുകളിലായി ഓഡിഷനിൽ പങ്കെടുത്തത്. ലൂർദ്പുരം ജോസിന്റെ നേതൃത്വത്തിൽ മികവുറ്റ ജഡ്ജിംഗ്. ചെറിയ കുറവുകൾ ഇതിൽ കാണാൻ സാധിക്കും. ആത്മാവിൻ ചൈതന്യമേ എന്ന ഗാനം പാടിയപ്പോൾ തന്നെ അതിൻ്റെ പാർട്സ് പാടിയപ്പോൾ മെയിൽ വോയിസ് ഒന്നും ചേർന്നിട്ടില്ല. മൊത്തത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് ചേർന്നിട്ടുണ്ടോ എന്ന് തോന്നിയിരുന്നിരുന്നാലും 1-2 പേരുടെ വോയിസ് താഴ്ന്നു വീഴുന്നതാണെന്ന് അറിയില്ല. ശ്രുതി ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും ഒരുമിച്ച് വരാൻ വേണ്ടി കണ്ടെത്തിയ ഒരു സ്കെയിലിൻ്റെ കാരണം കൊണ്ടാണോ എന്നറിയില്ല. പല്ലവിയിൽ അതിങ്ങനെ കാണാൻ സാധിച്ചു പാർട്സ് പാടിയപ്പോൾ. ദാനങ്ങൾ എന്ന ഭാഗം അനുപല്ലവിയിൽ പാടിയപ്പോഴും ചേർന്നിട്ടില്ല. ഓഡിഷനിലൂടെ 9 ടീമുകളാണ് ഷോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രവേശന ഗാനം, കാഴ്ചവയ്പ് ഗാനം, കുർബാന ഗാനം എന്നീ 3 റൗണ്ടുകളിലായാണ് മത്സരം നടക്കുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ബോംബെ എസ് കമാൽ, ഗായിക ലക്ഷ്മി ബെൻസൺ, സ്വരലയ ഡയറക്ടർ ഫാദർ ബിജു അരഞ്ഞാണിയിൽ തുടങ്ങിയവരുടെ വിദഗ്ധമായ ജഡ്ജിംഗ് പാനൽ. ദേവാലയ സംഗീതത്തിന്റെ മഹിമയും പരിശുദ്ധിയും ഉൾക്കൊള്ളുന്ന വ്യത്യസ്തതയാർന്ന ഒരു പ്രോഗ്രാമാണ് ഡിവൈൻ വോയിസ്. ഡിവൈൻ വോയിസിൽ 9 ടീം അംഗങ്ങളാണ് വ്യത്യസ്തതയാർന്ന ഗാനങ്ങളുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി, പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിതുബോധാൽ. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി. നെയ്യാറ്റിൻകര രൂപത സംഘടിപ്പിച്ചിരിക്കുന്ന ഡിവൈൻ വോയിസ് എന്ന പേരിലെ ഈ വിഷ്വൽ പ്രോഗ്രാം എന്തുകൊണ്ടും സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ദേവാലയ സംഗീതത്തിലെ അപൂർണതകളൊക്കെ മാറ്റി
പൂർണ്ണതയോടുകൂടി മുന്നോട്ട് പോകുവാൻ ഈ സംരംഭം വളരെ ഉത്സാഹഭരിതമാക്കി തീർക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. കുട്ടികൾക്ക് പാടുവാനുള്ള ഒരവസരവും പാടി പ്രാക്ടീസ് ചെയ്ത് ഓരോന്നും പെർഫെക്റ്റ് ആക്കുവാനുള്ള അവസരമൊക്കെ ഇത് നേടിക്കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് പങ്കെടുത്ത എല്ലാ ടീമുകളും തന്നെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. ചില കുറവുകളൊക്കെ കണ്ടുവെങ്കിലും അതെല്ലാം മാറ്റി പ്രാക്ടീസ് ചെയ്ത് മെച്ചപ്പെടുത്തുമ്പോൾ നമ്മുടെ ദേവാലയങ്ങൾക്ക് ഈ ഓരോ ടീമും മുതൽക്കൂട്ടായിട്ട് മാറും. എല്ലാവരും ഒരുവിധം നന്നായിട്ട് അവതരിപ്പിച്ചു. എങ്കിലും പ്രാക്ടീസിൻ്റെ കുറവുണ്ടായിരുന്നു. സമയം കണ്ടെത്തി പഠിപ്പിക്കുവാൻ കഴിവുള്ള അധ്യാപകരെ തന്നെ കണ്ടെത്തി അതിനുവേണ്ട പരിശീലനങ്ങൾ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് ഈ പ്രോഗ്രാം മെച്ചപ്പെടുത്താൻ കഴിയും, നല്ലൊരു റിയാലിറ്റി ഷോ അവതരിപ്പിക്കാൻ കഴിയും എന്നും ഇതിനോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് കാത്തിരിക്കാം സംഗീതസാന്ദ്രമായ നിമിഷങ്ങൾക്കായി. ക്രിസ്തീയ ഗാനങ്ങൾ മാലാഖമാരുടെ സംഗീതമാണ്. ആ സ്വർഗീയ അനുഭവത്തിലേക്ക് നിങ്ങളെ ഏവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നതിലേക്കായി ഞങ്ങൾ വീണ്ടും എത്തും. വീണ്ടും കാണുന്നതുവരെ നമസ്കാരം. ഹൃദയം നൽകിടാ ഈ ബലിവേദിയിൽ മനവും ചേർത്തിടാ ഈ തിരുപൂജയിൽ. നിങ്ങൾ മനോഹരമായി ഈ പ്രവേശന ഗാനം ആലപിച്ച് ദൈവജനത്തെ ബലിയർപ്പിക്കുവാനായിട്ട് ഒരുക്കുന്നതിലേക്ക് സഹായിക്കുകയായിരുന്നു. വസിച്ചിടുകെന്നിൽ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. ഓർക്കസ്ട്ര കോമ്പിനേഷൻ വളരെ ഗംഭീരമായിരുന്നു, നന്നായി പ്ലേ ചെയ്തു. ഫീമെയിൽസും മേലും ഈ ചില സ്ഥലത്ത് ഒരിടത്ത് ചാട്ടൽ പോലെ അങ്ങനെ തോന്നിയതാണ്. കുർബാന സോങ് വളരെ നന്നായിരുന്നു. അങ്ങന്റെ ഉള്ളത്തിൽ വന്ന അരുതാത്തതെല്ലാം മകലും. ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം. ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം. മൃദുചലനം ജലചലനം മൃദുചലനം ജലചലനം. വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി. വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി. നീലമാനമായി നീളമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി കരകടലിരപകൽ അതിശയ കാഴ്ചകളായി. ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം. ആദിസ്വരൂപം തേജസ്വരൂപം